ശ്രീപത്മനാഭൻ്റെ ആറാട്ടു മണ്ഡപം ഇപ്പോൾ കൂടുതൽ അറിയപ്പെടുന്നുണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് വളരെ പ്രൗഢിയോടുകൂടി നിൽക്കുകയാണ്. ഇതിന് കഥകൾ പറയാൻ ഒരുപാടുണ്ടല്ലേ? 3 മണ്ഡപങ്ങളാണ് ഉള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ മണ്ഡപം കരിക്ക് മണ്ഡപം, അത് എയർപോർട്ടിനകത്താണ്. ഇനി എയർപോർട്ടിന് വെളിയിൽ ശംഖുമുഖം ബീച്ചിൽ 2 മണ്ഡപങ്ങളുണ്ട്. രണ്ടും കരിങ്കൽ മണ്ഡപങ്ങളാണ്. ചേർന്ന് നിൽക്കുകയാണ്, അടുത്തടുത്തായിട്ടാണ്, ചേർന്നല്ല, അടുത്തടുത്തായിട്ടാണ്. അവിടെ ഒരു പാപനാശം എന്ന് പറഞ്ഞൊരു കുളമുണ്ട്, നാച്ചുറൽ സ്പ്രിംഗ് ആണ്. അതാണ് ശംഖതീർത്ഥം. ആ ശംഖതീർത്ഥത്തിൽ നിന്നാണ് ശംഖുമുഖം എന്നുള്ള പേര് വന്നത്. ആ ശംഖതീർത്ഥത്തിനടുത്ത് നിൽക്കുന്ന കരിങ്കൽ കുളം എന്ന് പറയുന്നത് ഇപ്പോൾ കാനായി കുഞ്ഞിരാമൻ പണിഞ്ഞ സാഗര കന്യകയുടെ അടുത്താണ് ഈ തീർത്ഥം. ശംഖതീർത്ഥത്തിൻ്റെ അടുത്താണ് ഈ മണ്ഡപം, കരിങ്കൽ മണ്ഡപം. ഇത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ചതാണെന്നാണ് കരുതപ്പെടുന്നത്. അതുകൂടാതെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ നിർമ്മിച്ച രണ്ടാമതൊരു മണ്ഡപമുണ്ട്. അത് ശംഖുമുഖത്തെ ബീച്ച് പാലസിൻ്റെ അടുത്താണ് ആ കൊട്ടാരം. അവിടെയാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ടൊരു വിവാദം, ബീഫ് സ്റ്റാൾ വരുന്നു പറഞ്ഞല്ലോ. ആ ബീഫ് സ്റ്റാൾ വരുന്ന ആ മണ്ഡപം എന്ന് പറയുന്നത് ബീഫ് അതിനകത്ത് വെച്ച് തന്നെ പാകം ചെയ്തു. അതെ 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 അതെ, അതിനകത്ത് അടിച്ചു വെച്ചാണ്. ഐസ്ക്രീമൊക്കെ പണ്ട് അവിടെ വെച്ച് വിതരണം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ബീഫ് ഉണ്ടാക്കാനും വിതരണം ചെയ്യാനും ഒന്നും തിരുവനന്തപുരത്ത് മണ്ഡപം വളരെ ഓപ്പൺ ആയിട്ട് നിൽക്കുക. അതെ, അങ്ങനെ ആരും അങ്ങനെ ധൈര്യപ്പെടാറില്ലായിരുന്നു. തിരുവനന്തപുരത്തിൻ്റെ ഒരു മനഃശാസ്ത്രം പറയുകയാണ്. ഞാൻ പെട്ടെന്നൊരു സംഭവം ഓർത്തുപോയി. കാരണം 1986 പോപ്പ്, ക്രൈസ്തവരുടെ ആധ്യാത്മിക നേതാവായ പോപ്പ് മാർപ്പാപ്പ തിരുമേനി കേരളം സന്ദർശിച്ചതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് വന്നപ്പം അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ കടൽപ്പുറത്ത് വെച്ചായിരുന്നു അതിനുള്ള സ്റ്റേജ് ക്രമീകരണം ഉണ്ടാക്കിയത്. വലിയ ഒരു ക്രൗഡ് കന്യാകുമാരി ജില്ലയിൽ നിന്ന്, പല സമീപ പ്രദേശങ്ങളിലെ തിരുനെൽവേലി പ്രദേശങ്ങളിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ട്, തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തു നിന്നുമുള്ള ആളുകൾ. അപ്പോൾ കമനീയമായ വലിയ പണച്ചെലവ് ചെയ്ത് നിർമ്മിച്ച മണ്ഡപമാണ് മാർപ്പാപ്പയ്ക്ക് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർമ്മിച്ചത്. പക്ഷേ യോഗം ഗംഭീരമായി നടന്നു. അത് കഴിഞ്ഞിട്ട് യോഗാനന്തരം ഇത് പൊളിക്കണം എന്നൊരു പക്ഷം, പൊളിക്കണ്ട എന്നൊരു പക്ഷം, ചരിത്ര സ്മാരകമാക്കാൻ, ഇതൊരു ചരിത്ര സ്മാരകമാക്കാൻ വേണ്ടിയിട്ട് പോപ്പ് വന്നു എന്ന് പറയുന്ന ആ അവിസ്മരണീയമായ ദിനത്തെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ മണ്ഡപം ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ തിരുവനന്തപുരത്തെ അന്നത്തെ കോർപ്പറേഷനിൽ തന്നെ 2ആയിട്ട് പിരിഞ്ഞു. ഒരു വിഭാഗം അങ്ങനെ ആവട്ടെ എന്ന് തീരുമാനിക്കുന്നു, ഒരു വിഭാഗം അത് അനൗചിത്യമല്ലേ എന്ന് ചോദിക്കുന്നു. ഈ തർക്കം ഇങ്ങനെ നടക്കുമ്പോൾ ഈ ശംഖുമുഖത്തെ ക്രൈസ്തവരായ ഈ ഫിഷർ ഫോക്ക് കമ്മ്യൂണിറ്റി പറയുകയാണ്, ആ മണ്ഡപം അവിടെ നിന്ന് പൊളിച്ചു കളയണം. പോപ്പ് ഞങ്ങൾക്ക് ആരാധ്യനാണ്, അത് വേറെ കാര്യം. പക്ഷേ ആറാട്ട് മണ്ഡപത്തിൻ്റെ അവിടെ ഈ മണ്ഡപം പാടില്ല. കാരണം ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും തന്ന, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം തന്ന, ഞങ്ങൾക്ക് മറ്റു തരത്തിലുള്ള പരിരക്ഷ തന്നിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ഈ തിരുവിതാംകൂറിൻ്റേത്. അതുകൊണ്ട് ഇത് പൊളിച്ചു കളയണം, ഇത് ഞങ്ങളുടെ ആവശ്യമാണെന്ന് പറഞ്ഞ് അവർ ഒരു ഇടവകകൾ തോറും യോഗങ്ങൾ കൂടി ഒരു സംയുക്ത പ്രകടനത്തിലേക്ക് വന്നു. അപ്പോഴേക്കും സഭ തീരുമാനിച്ചു ഇത് ഞങ്ങൾ പൊളിച്ചു മാറ്റിക്കൊള്ളാവുന്ന. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായി. ഞാൻ വലിയ വാദകോലാഹലങ്ങളിലേക്ക് പോയില്ല. അത് ഒരു വളരെ ആളുകൾ തന്നെ അത് പരിഹരിക്കുകയാണ്. ആ ഒരു പാരമ്പര്യം കൂടി ഇപ്പോഴത്തെ ഈ ബീഫ് സ്റ്റാളിന് ഉത്തരവ് കൊടുത്തവർ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഈ ആറാട്ട് സമയത്തും ഈ ക്രൈസ്തവർ വലിയൊരു സംരക്ഷണമൊക്കെ ശംഖുമുഖത്ത് കൊടുക്കാറുണ്ടല്ലോ. അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വലയം സൃഷ്ടിക്കും. എന്തെങ്കിലും കാരണവശാൽ ഈ വിഗ്രഹവുമായി കടലിൽ മുങ്ങുന്ന അമ്പലത്തിലെ ശാന്തിക്കാർക്ക് തിരയിൽപ്പെട്ട് അവർ വീഴുകയാണെങ്കിൽ തിരയെടുത്തുകൊണ്ട് പോകരുത്. നീന്തലൊന്നും അറിയാത്ത ആളുകളാണ്. അക്കര ദേശികളെന്നും ഇക്കര ദേശികളെന്നും അറിയപ്പെടുന്ന വടക്കേ മലബാറിൽ നിന്നും തുളുനാട്ടിൽ നിന്നും വന്നിട്ടുള്ള ആളുകളാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ശാന്തിക്കാർ. അപ്പോൾ അവർക്കൊരു അപകടവും ഉണ്ടാവരുത്, ഈ വിഗ്രഹങ്ങൾക്ക് ഒരു അപകടം ഉണ്ടാവരുത്. ഇതിനു വേണ്ടി വലയം സൃഷ്ടിച്ച് നിൽക്കുന്നത് ഇന്ന് ക്രൈസ്തവരായിട്ടുള്ള
ഫിഷർ ഫോക്കാണ്. അതിന്നും തുടരുന്നു. ഇന്നും തുടരുകയാണ്, ഇന്നും തുടരുകയാണ്. രണ്ട് ഉത്സവമാണല്ലോ ഉള്ളത്. അതെ അതെ, അൽപ്പശിയുടെ ആറാട്ട് ദിവസം, അതുപോലെ പൈങ്കുനിയുടെ ആറാട്ട് ദിവസം. പ്രതിഫലത്തിനല്ല, അത് എടുത്തു പറയണം. ഒരു പ്രതിഫലവും പ്രതീക്ഷിച്ചിട്ടല്ല, ഒരു പാരിതോഷികവും പ്രതീക്ഷിച്ചിട്ടല്ല, ഞങ്ങളുടെ ഒരു ധർമ്മമാണ് എന്ന് വിചാരിച്ച് ചെയ്യുകയാണ്. ഇപ്പം ഈ ആറാട്ട് മണ്ഡപത്തിൽ ഇങ്ങനൊരു വിവാദമുണ്ടായ സാഹചര്യത്തിൽ ഇതിപ്പോൾ നമുക്കറിയാം, ശംഖുമുഖത്ത് വന്നിട്ടുള്ളവർക്ക് ഇത് വളരെ ഓപ്പണായിട്ട് കിടക്കുക, ആർക്കും അതിനകത്തോട്ട് ഒന്ന് കയറാം ഇറങ്ങാം. ഇതിന് അല്ലാതെ ഒരു സംരക്ഷണം ആവശ്യമല്ലേ? ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ സാഹചര്യത്തിൽ ഒരു ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയും ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യുന്നത് പോലെ ഒരു ഉരുക്ക് കമ്പി കൊണ്ടുള്ള ഒരു വലയം സൃഷ്ടിക്കുന്നത് നന്നായിരിക്കും. അവിടെ പോയിട്ട് സാധാരണ മദ്യപാനികളൊക്കെ വന്ന് അവിടെ മദ്യപാനികളും മയക്കുമരുന്ന് കഴിക്കുന്നവരും ഇരിക്കാറുണ്ട്. മലയാള സിനിമയിലെ പല രംഗങ്ങളുടെയും ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ ഈ മണ്ഡപം കണ്ടിട്ടുണ്ട്. അതൊക്കെ ശരി, അത് സംരക്ഷിക്കേണ്ടതാണ്. സംരക്ഷിക്കുന്ന കാര്യത്തിൽ അടിയന്തരമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ആറാട്ട് കടവിൽ വലിയൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഇടം കൂടിയായി മാറുന്നു എന്നുള്ളതാണ് തെളിയുന്നത്. തിരുവനന്തപുരത്ത് തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് എവിടെയെല്ലാം കാണാം. ഭീമാപ്പള്ളിയിലെ ഉറൂസിന് പണ്ട് പങ്കെടുത്തിരുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പോയിരുന്നു. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അയൽവക്കത്തെ ഒരു അമ്മയുടെ കൂടെ പോയിട്ടുണ്ട് ഭീമാപ്പള്ളിയിൽ. അതുപോലെ തന്നെ വെട്ടുകാട് പള്ളിയിൽ പോയിട്ടുണ്ട്. അത് തിരുവനന്തപുരത്തിൻ്റെ ഒരു പാരമ്പര്യമാണ്. അതുപോലെ പഞ്ചാപുരയിലെ അവിടുത്തെ പ്രൊസഷൻ ഉണ്ടല്ലോ, മൊഹറം പ്രൊസഷൻ. കാര്യം മൊഹറം എന്ന് പറയുന്നത് മുസ്ലിങ്ങളിൽ തന്നെയുള്ളൊരു മൈനോറിറ്റി മാത്രം അതിൽ പങ്കെടുക്കുന്നുള്ളൂ. ഇന്ന് മൊഹറത്തിൽ പങ്കെടുക്കരുതെന്ന് ഇന്ന് അതിനകത്തെ സുന്നി വിഭാഗം നിഷ്കർഷ കൊടുക്കാറുണ്ട്. പണ്ടിതൊന്നുമില്ല. അപ്പോൾ ഈ മൊഹറം ഘോഷയാത്ര നടക്കുന്ന സമയത്ത് മറ്റുള്ളവർ പങ്കെടുക്കും. ഞാനൊരു വിവരം കൂടി പറയാം. ഈ മൊഹറത്തെ ലീഡ് ചെയ്യേണ്ടത് ഒരു നായരായിരിക്കും. തിരുവനന്തപുരത്തെ മൊഹറം പ്രൊസഷനെ ലീഡ് ചെയ്യുന്നത് നായർ പട്ടാളത്തിലെ ഒരംഗമായിരിക്കും. അതുപോലെ ഈ ഒരു ആറാട്ട് വേളയിലല്ലേ അവിടുത്തെ മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ മീറ്റിങ്ങിനോടനുബന്ധിച്ച് പായസ പത്മനാഭൻ. അതെ അതെ അതെ. അതായത് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ തൊഴിലാളി സംഘടനയുടെ മീറ്റിംഗാണ്, യൂണിയൻ മീറ്റിംഗാണ് അന്നേ ദിവസം. ആറാട്ടല്ല, ആറാട്ട് ദിവസമേ അല്ല, ഒരു ദിവസം. അപ്പം അന്ന് ആ മീറ്റിങ്ങിൽ ആളുകൾ കൃത്യമായിട്ട് വന്നില്ല, കുറേ പേര് ആബ്സെൻ്റായി. അപ്പോൾ അവിടുത്തെ പ്രാദേശിക നേതാവ്, അദ്ദേഹം ഒരു അഭിഭാഷകനാണ്, ക്രൈസ്തവ വളരെ എൻ്റെ സുഹൃത്തായത് അദ്ദേഹത്തിന് ഇഷ്ടമാവുകയോ ഇല്ലയോ എന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയമാണ്. അദ്ദേഹം അടുത്ത മീറ്റിംഗ് വന്നപ്പോൾ പറഞ്ഞു, യോഗാനന്തരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പായസം വിതരണം ചെയ്യുന്നതായിരിക്കും. ആ തവണ 10% അറ്റൻഡൻസ് ആയിരുന്നു. ഞാൻ ആ ഇടതുപക്ഷ പാർട്ടിയുടെ പേര് പറയാത്തതാണ്. ഇനി അവർക്കതൊരു അലോരസം ഉണ്ടാവേണ്ട എന്ന് വിചാരിച്ചിട്ട് നടന്ന സംഭവം. എന്തായാലും അതിനകത്തൊരു കൗതുകവും കൂടി ഉണ്ട്. അതെ. അപ്പോൾ ഇങ്ങനെ ശ്രീപത്മനാഭന്റെ കഥകൾ പറഞ്ഞാൽ ഏറെ കൗതുകമുള്ള കാര്യങ്ങൾ ധാരാളം ഉണ്ടെന്നുള്ളതാണ്. അത് നമുക്കിനി അത് തുടരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.